നമസ്കാരം. 22 രാജ്യങ്ങൾ ട്രംപിനൊപ്പം ഇറാനെതിരെ യുദ്ധം നടത്തും. ഹോർമുസ് കടലിടുക്കിൽ അഗ്നിഗോളം തീർത്ത നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയപ്പെടുന്ന പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടുമെന്ന് ഇറാന്റെ ഭീഷണി വീണ്ടും വരുമ്പോൾ ഹോർമുസ് തുറക്കാൻ നാറ്റോ സഖ്യം പടയൊരുക്കത്തിനിറങ്ങുന്നു എന്നുള്ളതാണ്. ലോകത്തിന്റെ ആശാ കേന്ദ്രമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ വല്ലാതെ അങ്ങ് യുദ്ധകാഹളം മുഴക്കുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള കടലിടുക്ക് വരുതിയിൽ നിർത്താൻ അമേരിക്ക ശ്രമം തുടങ്ങിയേക്കുമെന്നുള്ള സൂചനകൾ, റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഇത്തരം ഭീഷണികൾക്കൊന്നും ഇറാൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. ഹോർമുസ് അടച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഹോർമുസ് ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് എന്നും എന്നാൽ ഇറാൻ മണ്ണിനെ എതിർക്കുന്നവർക്ക് പ്രവേശനമില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇറാനെതിരെയുള്ള ഭീഷണിയും ഭീകരതയും രാജ്യത്തെ കൂടുതൽ ഐക്യമുള്ളതാക്കി മാറ്റുകയാണ് എന്നും ഹോർമുസ് പൂർണ്ണമായിട്ട് തുറന്നില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ പെസഷ്കിയാൻ തിരിച്ചടി കൊടുത്തിരിക്കുന്നു. ഇറാന്റെ കൃത്യമായിട്ടുള്ള മറുപടി, അതായത് ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങില്ല ഞങ്ങൾ എന്ന ഉറച്ച തീരുമാനം. ഇറാനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റാമെന്നത് മിഥ്യാധാരണയാണ് എന്നും ചരിത്രം രചിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഇച്ഛാശക്തിയോടുള്ള നിരാശയാണ് ഇത് എന്നും ഭീഷണിയും ഭീകരതയും ഞങ്ങളുടെ ഐക്യം ശക്തിപ്പെടുത്തുകയുള്ളൂ എന്നും ഞങ്ങളുടെ മണ്ണിനെ എതിർക്കുന്നവർക്ക് ഒഴികെ മറ്റെല്ലാവർക്കും ഹോർമുസിൽ പ്രവേശനമുണ്ട് എന്നുകൂടി പെസഷ്കിയാൻ പറഞ്ഞു വെക്കുന്നു. യുദ്ധക്കളത്തിൽ നേരിടുന്ന ഭ്രാന്തമായിട്ടുള്ള ഭീഷണികളെയെല്ലാം ഞങ്ങൾ ശക്തമായി തന്നെ നേരിടുമെന്നുകൂടി പെസഷ്കിയാൻ ഉറപ്പു പറയുകയാണ്. മറ്റൊന്ന്, അമേരിക്ക തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിലേക്ക് പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടുമെന്ന് തന്നെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇറാന്റെ ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾ തകർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായിട്ടാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തകർക്കപ്പെടുന്ന ഊർജ്ജ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാന്റെ സൈനിക കമാൻഡർ പറയുകയും ചെയ്തിരിക്കുന്നു. ഇറാൻ 48 മണിക്കൂറിനകം നിർണായക കപ്പൽപാത തുറന്നില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ സംവിധാനങ്ങളെ തുടച്ചു നീക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ പുതിയ താക്കീത് വരുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് ഫലത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇസ്രായേലിനും മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇതിനോടകം തന്നെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇസ്രായേലിന്റെ ഊർജ്ജ വാർത്താവിനിമയ മേഖലകളെയും അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള മറ്റ് പ്രാദേശിക രാജ്യങ്ങളിലെ സംവിധാനങ്ങളെയും ലക്ഷ്യം വെക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇസ്രായേലിന്റെ എല്ലാ ഊർജ്ജ ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങളും US ഓഹരി ഉടമകളുടെ മേഖലയിലെ തന്നെ സമാന കമ്പനികളടക്കം ഇപ്പോൾ ലക്ഷ്യമിടുകയാണ് ഇറാൻ. US താവളങ്ങൾ, നിലവിലുള്ള പ്രാദേശിക രാജ്യങ്ങളുടെ വൈദ്യുതി നിലയങ്ങൾ തങ്ങൾക്ക് ലക്ഷ്യങ്ങളായിരിക്കുമെന്ന് തന്നെയാണ് IRGCയുടെ മുന്നറിയിപ്പ് എന്ന് പറയപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തെ ആകെ എണ്ണയുടെയും LNGയുടെയും ഏകദേശം 20% ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയപ്പെടുന്നത്. എന്നാൽ യുദ്ധം ആരംഭിച്ചതോടെ ഇവിടുത്തെ കപ്പൽ ഗതാഗതം കുത്തനെ ഇടിഞ്ഞു. കപ്പൽ ഗതാഗത ഡാറ്റാ സ്ഥാപനമായിട്ടുള്ള കെപ്ലറുടെ കണക്കുകൾ പ്രകാരം സാധാരണ നിലയിലുള്ള ഗതാഗതത്തിന്റെ വെറും 5% മാത്രമാണ് ഇപ്പോൾ ഈ കടലിടുക്കിലൂടെ നടക്കുന്നത് എന്നുള്ളതാണ്. തങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച പല കപ്പലുകളെയും ഇറാനിയൻ സൈന്യം ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തങ്ങളുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങളിലെ ചില കപ്പലുകളെ കടന്നു പോകാൻ അനുവദിക്കുന്നുണ്ട് എങ്കിലും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമുള്ള കപ്പലുകളെ തടയുമെന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട്. കൂടാതെ കപ്പലുകൾക്ക് മേൽ ടോൾ ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള പുതിയ നിയന്ത്രണ സംവിധാനങ്ങൾ, നടപടികളും ഇറാനിയൻ അധികൃതർ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതടക്കം നടപടികളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം അണിനിരക്കുവാൻ 22 രാജ്യങ്ങൾ രംഗത്തെന്ന റിപ്പോർട്ട് അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. നാറ്റോ സഖ്യരാജ്യങ്ങൾക്കൊപ്പം UAE, ബഹ്റൈൻ, ജപ്പാൻ, ഓസ്ട്രേലിയ, കൊറിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളും ഉണ്ടാകുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അവകാശപ്പെട്ടിരിക്കുന്നു. US സൈനിക നടപടി അനിവാര്യമെന്നും എന്ത്, എപ്പോൾ, എങ്ങനെ ചെയ്യണമെന്ന കാര്യം ഉടൻ തീരുമാനിക്കുമെന്ന് US മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതൊരു ഭീഷണിയുമായിരുന്നു. ഏറ്റവും വലിയ നിലയത്തിൽ നിന്ന് തന്നെ ആക്രമണം തുടങ്ങുമെന്നുള്ള ട്രംപിന്റെ ഭീഷണി കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ അന്ത്യശാസനത്തിൽ വ്യക്തമാക്കിയിരുന്നത് 48 മണിക്കൂറായിരുന്നു. ആ 48 മണിക്കൂർ കഴിഞ്ഞ ദിവസം രാത്രി അവസാനിക്കുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ട്രംപ് സൂചന നൽകുകയും ഒരു ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും ഈ കടുത്ത നിലപാടിൽ തന്നെയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയാം. ട്രംപ് ഭീഷണി നടപ്പിലാക്കിയാൽ മേഖലയിലെ US ഊർജ്ജ കേന്ദ്രങ്ങൾ, IT സംവിധാനങ്ങൾ, കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ എന്നിവ തകർക്കുമെന്ന് ഇറാൻ സൈനിക കമാൻഡറുകൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇറാന്റെ ഉപരോധം മൂലം ആഗോള എണ്ണ വിതരണത്തിൽ കടുത്ത തടസ്സം നേരിടുകയും
ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഈ കർശന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല 22 രാജ്യങ്ങൾ ട്രംപിനെതിരെ അല്ലെങ്കിൽ ട്രംപിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെതിരെ യുദ്ധം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ അഗ്നിഗോളം തീർത്ത് നാറ്റോ രാജ്യങ്ങൾ ഒരു സംയുക്ത സംവിധാനമായി അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്തുന്നു. വ്യോമ കര യുദ്ധങ്ങൾ വളരെ കൃത്യമായി നടത്തുവാൻ കഴിയുന്ന തരത്തിലേക്ക് 22 രാജ്യങ്ങളും ഒത്തുചേരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ 22 രാജ്യങ്ങൾ ട്രംപിനൊപ്പം ഇറാനെതിരെ യുദ്ധം നടത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയപ്പെടുന്നത് ഇറാനെ തച്ചു തകർക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.